അപ്പോൾ ഓട്ടുമോരുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, ഒന്നോ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുവാണ്. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3-4-5 ഉലുവ, ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഇത്തിരി ഉലുവ എടുത്ത് ആ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലോട്ട് ഇടുക. അപ്പോൾ ആ ഉലുവ ഒന്ന് മൂത്തൊരു നല്ലൊരു മണം വരും. അപ്പോൾ ആ മണം വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് അതിലോട്ട് കുറച്ച് നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് ഇത് മൂത്ത് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല്, നല്ലൊരു മണം വരും മൂത്തതിൻ്റെ. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയോ വറ്റൽമുളകോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കാതെയാണ് ഊട്ടുമോരെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ രുചി കൂട്ടാൻ ഇതെല്ലാം കൂടി ചേർക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഇളക്കി ആ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടി നമ്മളെ മഞ്ഞൾപ്പൊടി എണ്ണയിലോട്ട് ഇട്ടത് കൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നപ്പോൾ നല്ല കട്ടി തൈര് നമ്മളിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുവാണേ. അപ്പോൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ചെരുവത്തിൽ തൈരെടുത്ത് വെച്ച് ചെരുവത്തിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി കലക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഓട്ടുമോര് റെഡിയായി. നമ്മളൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും തീ നിർത്തിയെടുത്താൽ മതി. രുചികരമായ കറി റെഡിയായി കേട്ടോ.